നമസ്കാരം. എൻ്റെ പേര് വിനയ് തോമസ് ഇബ്രാഹിം എന്നാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. നമ്മൾ ഓൾറെഡി ആരോഗ്യ വ്യായാമം എന്ന വിഷയത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയ്ക്കാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഭയങ്കര ബ്രീഫായിട്ട് ആ വിഷയത്തിനെ പറ്റി ചർച്ച ചെയ്തു. ഇത്തവണ നമ്മളതിൻ്റെ ഈ എക്സസൈസിൻ്റെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സസൈസും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ എക്സസൈസസിന് 5 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 1 കാർഡിയോ വാസ്കുലർ എക്സസൈസ്, 2 സ്ട്രെങ്ത് ട്രെയിനിങ്, 3 ഫ്ലെക്സിബിലിറ്റി എക്സസൈസസ്, 4 ബാലൻസിങ് എക്സസൈസസ്, 5 ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ്. ഇതിൽ ഒന്നാമതായിട്ടുള്ള നമ്മുടെ കാർഡിയോ വാസ്കുലർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാവിലെ നമ്മൾ നടക്കുക, ഓടുക, ചാടുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ, രാവിലെ നമ്മൾ ഗ്രൗണ്ടിലിരുന്ന് ഓടുക എന്ന് പറയുന്നതൊക്കെയാണ് കാർഡിയോ വാസ്കുലർ എക്സസൈസസ് എന്ന് പറയാം. സ്വിമ്മിങ് ഉൾപ്പെടെപ്പെടും. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ ഒരു 20 മിനിറ്റ് രാവിലെ ഓടുന്നൊരു മനുഷ്യന് എൻഡോർഫിൻ എന്നൊരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി 24 മണിക്കൂർ സ്ട്രെസ്സ് റിലീവ് ചെയ്യും. ഇത് മാത്രമൊന്നുമല്ല ഈ കാർഡിയോവാസ്കുലർ എക്സസൈസിൻ്റെ ഗുണം. ഈ കാർഡിയോവാസ്കുലർ എക്സസൈസിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ ന്യൂറോജെനസിസ് എന്ന പ്രോസസ്സ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുകയാണ്. അതായത് നമ്മുടെ ബ്രെയിനിലെ സെല്ലുകൾ വർദ്ധിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബുദ്ധിയും കൂടെ കൂടുക. അപ്പം നമ്മൾ ഓടിയ നമ്മുടെ ആരോഗ്യം മാത്രമല്ല അല്ലാതെ നമ്മുടെ ബുദ്ധിശക്തിയും കൂടും എന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി നമ്മൾ വരുന്ന സ്ട്രെങ്ത് ട്രെയിനിങ്. നമ്മൾ ജിമ്മിലൊക്കെ പോയി ചെയ്യുന്ന എക്സസൈസിനാണ് മെയിനായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ലിഫ്റ്റിംഗ്, വെയിറ്റ് എടുക്കുക. ഇതിൻ്റെ ഗുണം നമുക്കൊരു എസ്തെറ്റിക് ബോഡി, നല്ല ഭംഗിയുള്ളൊരു ശരീരം മാത്രം കിട്ടുന്നതല്ല ഇതിൻ്റെ പ്രയോജനം. ഒരു മനുഷ്യന് എത്രത്തോളം മാസ് കൂടുന്നു, മസിൽ മാസ് എത്ര കൂടുന്ന ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഫാറ്റ് ബേണിങ് കപ്പാസിറ്റി കൂടും. അതായത് ഒരു മാസ് എത്രത്തോളം കൂടുന്നു, മസിൽ മാസ് എത്രത്തോളം കൂടുന്നു, അത്രയധികം നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന കൊഴുപ്പുകളെ കത്തിച്ച് കളയാനുള്ള ശേഷി ശരീരത്തിന് കൂടും. അതായത് നമ്മുടെ ശരീരം എഞ്ചിനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എഞ്ചിൻ അത്രത്തോളം എഫിഷ്യൻ്റായൊരു എഞ്ചിനായി മാറുകയാണ്. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷനായ യോഗ ഉൾപ്പെടെ വരുന്നതാണ് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്. നമുക്കറിയാം, യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാനസിക സംതൃപ്തി, നമുക്ക് ഉറക്കവും നല്ല രീതിയിൽ സ്ട്രെസ് റിലീഫൊക്കെ കിട്ടും. നമ്മുടെ ശരീരവേദനയൊക്കെ മാറ്റാനുള്ള രീതിയിലുള്ള എക്സസൈസാണ് ഫ്ലെക്സിബിലിറ്റി എക്സസൈസസ്. നാലാമതായി വരുന്നതാണ് ബാലൻസിങ് എക്സസൈസസ്. ഇത് പ്രധാനമായിട്ട് ഗുണം ചെയ്യുന്ന വാർദ്ധക്യത്തിലുള്ള ആൾക്കാർക്കാണ്. അതായത് നമ്മുടെ പ്രായമായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും മറിഞ്ഞ് വീഴുന്നൊരു പ്രശ്നമുണ്ട്. ടോയ്ലറ്റിൽ മറിഞ്ഞ് വീഴുക, ബാലൻസ് പോയി വീഴുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു രീതിയാണ് ബാലൻസിങ് എക്സസൈസസ്. ഇത് പ്രധാനമായും ചൈനീസ് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടായ്ചി എന്നൊരു എക്സസൈസിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത എക്സസൈസസിനെയാണ് നമ്മൾ ബാലൻസിങ് എക്സസൈസ് എന്ന് പറയാം. അഞ്ചാമതായി ഏറ്റവും പുതിയ എക്സസൈസ് എന്നറിയപ്പെടുന്ന ഏറ്റവും എഫിഷ്യൻ്റ് എന്ന് ഇപ്പം ഡോക്ടർമാർ കൺസിഡർ ചെയ്യുന്ന ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ സമയം കൊണ്ട്, ഒരു 20 സെക്കൻഡ് കൊണ്ട് വലിയ സ്പീഡിൽ ഓടുക. അതായത് നമ്മൾ ചെറിയ സമയം കൊണ്ട് വലിയ എഫേർട്ട് ഇടുക. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് ഏറ്റവും അധികം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഏറ്റവും അധികം ശരീരത്തിന് ആരോഗ്യമുള്ള കാര്യമെന്നാണ് പറയുന്നത്. ഒരു 20 മിനിറ്റുള്ള ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ്, അതായത് ഹിറ്റ്, 1 മണിക്കൂറുള്ള സാധാരണ കാർഡിയോവാസ്കുലർ എക്സസൈസിനേക്കാൾ ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് മാത്രമല്ല, ഈ 5 തരങ്ങൾ മാത്രമല്ല, ഡാൻസ് കളിക്കുക, ചിരിക്കുക എന്നിങ്ങനെ എല്ലാം നമ്മുടെ എക്സസൈസസിൻ്റെ ഭാഗമാണ്. അപ്പം ഇതിൽ ഏതാണ് ഏറ്റവും നല്ല എക്സസൈസ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല. ഇതെല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് നമ്മുടെ ഇഷ്ടത്തിനും സമയത്തിനനുസരിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്തുവോ അതാണ് പെർഫെക്റ്റ് എക്സസൈസ്.